ഹായ് ഹലോ. ഇൻഷോട്ടിൽ എങ്ങനെയാണ് തമ്പനെയിൽ എഡിറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ന്യൂ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതെങ്ങനെയാണ് നമ്മൾ ഈ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യേണ്ടത്, തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻഷോട്ട് ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻഷോട്ട് ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇതേപോലെ ഈ പിക്ചറിൽ കാണുന്നതാണ് ഇൻഷോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഷോട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതേപോലെ വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഇത് കാണുന്നില്ല, സെൻട്രൽ ആയിട്ട് കാണുന്ന ഫോട്ടോ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ എഡിറ്റ് ചെയ്യാനുള്ള നമ്മുടെ തമ്പനെയിൽ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം താഴെ വന്നിട്ട് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്യുക. റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ കട്ടൗട്ട് എന്ന് കാണുന്ന വേണ്ടിയില്ലേ നിങ്ങൾ, കട്ടൗട്ട്, ഈ കട്ടൗട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ കണ്ടില്ലേ ഇതേപോലെ വന്നു കഴിഞ്ഞു. ഇത് വന്നതിന് ശേഷം ഇനി നമ്മുടെ പിക്ചറിൻ്റെ ഈ എൻ്റെ കൂടി ഒരു ബോർഡർ കൊടുക്കാനുള്ള സംഭവമാണ് ഈ കാണുന്നത് ഇവിടെ ഈ ഇതിൽ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കാണുന്ന ഈ സംഭവമില്ലേ ഇതിനകത്തൊന്ന് ടച്ച് ചെയ്യുക. ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കാണുന്ന ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക, കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ ഞാൻ കുറച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ടിക്ക് കൊടുക്കുക. അതിന് ശേഷം നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണുന്നില്ലേ, ഈ ബാക്ക്ഗ്രൗണ്ടിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഏത് ഇതാണോ കൊടുക്കേണ്ടത് അത് ഇതിനടിയിലുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ആകർഷിക്കുന്നത് അങ്ങനത്തെ രീതിയിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതേപോലെ മുകളിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ഈ പിക്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ. അതേപോലെ ഇത് ഞാൻ ഈ മിറർ ഇത് കാണുന്നില്ലേ ഇവിടെ, ഈ മിറർ പോലെയൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഒന്നും കൂടി ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അടുത്തൊരു പിക്ചർ കൂടി ആക്കി ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാകും. എന്നതിന് ശേഷം നമുക്ക് നേരെ താഴെ തന്നെ അതേപോലെ ഏതാണോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ടിക്ക് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ നമ്മളെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് ഉദ്ദേശിച്ചിട്ട് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേരെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ടെക്സ്റ്റ് എന്ന് കാണുന്നില്ലേ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ എന്താണോ കൊടുക്കുന്ന കണ്ടൻറ്റിൻ്റെ എന്താണോ കൊടുക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരും. ഞാൻ ന്യൂ കണ്ടോ, ഞാനപ്പോൾ ഇത് ഇതേപോലെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ടച്ച് ചെയ്ത് പിടിച്ചിട്ട് നേരെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അതേപോലെ ഇവിടെ കാണുന്ന കണ്ടില്ലേ ഇത് നമുക്ക് നമ്മുടെ ഇതിന് എഡിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ കളറിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ താഴെ കുറേ ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡൽ വേണമെങ്കിലും നമുക്കത് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, അതേപോലെ ഇത് വലിച്ചിട്ട് നമുക്ക് എത്ര വലുതാക്കണോ അത് വേണമെങ്കിലും അതൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സെൻറ്ററിൽ കാണുന്നത് നമ്മുടെ അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ എന്ന് കാണുന്നില്ലേ ടൈപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഈ മോഡൽ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഇതിൻ്റെയാണിത്. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ബോർഡറാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഈ അവസാനം കാണുന്ന ഇതില്ലേ ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ മിററാക്കി ചെയ്യാനും ഈ അക്ഷരങ്ങൾ ലേശം വിട്ട് വെക്കാനുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ടിക്ക് കൊടുക്കുക.
പിന്നെ അതേപോലെ തന്നെ ഇനി അടുത്ത് നിങ്ങൾ എന്താ ആഡ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതും ടെക്സ്റ്റ് തന്നെ ചെയ്തിട്ട് അതേപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഈ സെറ്റിംഗ് പറഞ്ഞ മാതിരി തന്നെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും മോഡൽ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതാ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വലിച്ചൊക്കെ നീട്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അഥവാ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് പിക്ചർ ക്രോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഫ്രെയിം ചേർക്കണമെങ്കിൽ ഇതാ ഫ്രെയിം ഇവിടെ ടച്ച് ചെയ്യുക. ഫ്രെയിം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേണമെങ്കിൽ പല മോഡലായിട്ടുള്ള ഫ്രെയിം നമുക്ക് ഇതേപോലെ ഒക്കെ ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊന്നും വേണമെന്നില്ല, അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എന്താ പറയുക നമ്മുടെ ചെയ്യുന്നതിൻ്റെ ഇത് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കൈ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒക്കെ നമുക്ക് വെക്കാം കേട്ടോ. അതേപോലെ ഇങ്ങനെ വെക്കാം. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ നേരെ മുകളിൽ കാണുന്ന ഈ എക്സ്പോർട്ടില്ലേ, എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ നമുക്ക് സേവ് ആയി കിട്ടുന്നതാണ്. ചിലപ്പോൾ ചിലരിത് ഫയലിലേക്ക് ആയി കയറുക. അത് നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ അവിടെ കാണുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മറ്റേ ഇൻഷോട്ടിൽ നമ്മൾ ഫോട്ടോ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ രീതികൾ ഇങ്ങനെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടാതെ കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ.